ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഫാൻ കവർ ഉപയോഗിച്ചൊരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലുപയോഗിച്ച ഫാൻ കവറിൻ്റെ ബാക്കി വേസ്റ്റ് പീസ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ അരയന്നത്തിൻ്റെ ഉടലിൻ്റെ ഒരു ഷേപ്പിൽ കെട്ടുകമ്പി വെച്ചത് കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തലയും വാലും ഉണ്ടാക്കാം. ഇനി നമുക്കിത് പ്ലാസ്റ്റർ ചെയ്യേണ്ട ഗ്രൗട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്ലൗസ് വെച്ച് ചെയ്യണം. അപ്പോൾ ചില ആൾക്കൊക്കെ ഈ സിമൻറ്റ് കൈക്കായാൽ പൊള്ളുകയൊക്കെ ചെയ്യും. നമ്മൾ ഇതുപോലെ പഴയ കോട്ടൻ്റെ തുണി ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഗ്രൗട്ടിൽ മുക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു ഷേപ്പാക്കി എടുക്കുന്നത്. തുണി ഗ്രൗട്ടിൽ മുക്കി നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സിമെൻറ്റും പൂയും കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു കൂട്ട് വെച്ച് അതൊന്ന് ബലപ്പെടുത്തിയെടുക്കാം. 1 കപ്പ് സിമെൻറ്റിന് 2 കപ്പ് പൂയി എന്നൊരു ഇതിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമുക്കിതിൽ കുറച്ചുകൂടെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സെറ്റായാലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്കിനി നാളെ ഇതിൻ്റെ ബാക്കി ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യാം.
ഒരു ദിവസം ആയിട്ടുണ്ട്. നമ്മൾ അരയനെല്ലാം ഉറച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ ചെയ്യുന്നത്. അരയന പൂച്ചട്ടിൻ്റെ സിമെൻറ്റ് കൊണ്ടുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ പെയിൻറ്റും കൂടി വെച്ചാൽ ഇതിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷാണ്. അപ്പോൾ നമ്മൾ അരയനെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിൽ പ്രൈമർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ ഇനാമൽ അടിച്ചു കൊടുക്കാം. നമ്മൾ അരയന പൂച്ചട്ടീൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൽ മണ്ണ് നിറച്ച് ചെടി നടാം. പൂച്ചട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു.